കെ ഹരിദാസ്, ഇത് ഔചിത്യമില്ലാത്ത ഒരു ചോദ്യമാണ് എന്നാണ് ഇടത് പ്രതിനിധി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് പാർട്ടി ഘടകങ്ങളിൽ ഉയരുന്ന ചോദ്യം. നോക്കൂ, ഈ വേവലാതിപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് ആദ്യം ശ്രീ ബിജി മനസ്സിലാക്കുക. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പൊ താങ്കൾ യൂറോപ്യൻ രാജ്യങ്ങളെ പറഞ്ഞു, മറ്റ് ലോകരാജ്യങ്ങളെയൊക്കെ പറഞ്ഞു, ലോക രാജ്യങ്ങളിലേക്കൊക്കെ കുറച്ച് ചുറ്റി സഞ്ചരിച്ചു. മറ്റ് രാജ്യങ്ങളിലില്ലാത്തൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതും അത് ഇത്തരത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യം നാലുകാലിൽ നടക്കുന്നത് എന്നതും അങ്ങ് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവരെ നീലിമ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയുടെ പ്രാഥമികമായിട്ടൊരു ചോദ്യം മാത്രമാണ് അവർ ചോദിച്ചത്. എന്തുകൊണ്ട് ഈ CPM എന്ന് പറയുന്ന കേരളത്തിന്റെ ഘടകത്തിൽ രണ്ടാം നിര നേതാക്കൾ മുൻപോട്ടായിട്ട് വരുന്ന ഒരു പേര് പോലും പറയാൻ താങ്കൾക്ക് സാധിക്കുന്നില്ല? ഇവിടെ എന്താണെന്നറിയോ നീലിമ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? CPM എന്ന് പറയുന്ന കേരളത്തിലെ പാർട്ടി ഇന്ന് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറി. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മുതലാളിയാണ് ആര്? ശ്രീ പിണറായി വിജയൻ. പണ്ട് ഓസ്റ്റിൻ എന്ന് പറയുന്ന കാർ ഉണ്ടാക്കുന്ന കാലത്ത് ഒരു ചെറിയ ഒരു 30 സെക്കൻഡിൽ ഞാനൊരു കഥ പറയാം. ഓസ്റ്റിൻ എന്ന കാറ് കറുപ്പ് കളറിലെ ഓസ്റ്റിൻ നേരിട്ടുണ്ടാക്കി വിൽപ്പന നടത്തുകയാണ്. അന്ന് കാർ ഷോറൂമുകളൊന്നുമില്ല. അപ്പൊ ഒരാൾ ചോദിച്ചേ, കറുപ്പ് കളറിലല്ലാണ്ട് താങ്കൾക്ക് എനിക്ക് വേറൊരു കളറിലെ ഒരു കാർ ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഈ ഓസ്റ്റിൻ പറഞ്ഞു അത്രേ, താങ്കളുടെ അവകാശമാണ് താങ്കളാ പറയുന്നത് വേറെ കളറിലുള്ള കാർ ഉണ്ടാക്കി തരാൻ, പക്ഷെ താങ്കൾ പറയുന്ന കളറ് കറുപ്പാവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്ന് ഓസ്റ്റിൻ പറഞ്ഞു അത്രേ. പിണറായി വിജയന് തൃപ്തികരമല്ലാത്തതൊന്നും ജില്ലാ കമ്മിറ്റിയിലായാലും സംസ്ഥാന കമ്മിറ്റിയിലായാലും പോളിറ്റ് ബ്യൂറോ സെൻട്രൽ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് റൂമിന്റെ പുറത്ത് വെച്ചിട്ടുള്ള ബോർഡിലല്ലാണ്ട് ഈ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്നവർ തന്നെയാണ് ഈ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പോകുന്നത്. സെൻട്രൽ കമ്മിറ്റിയിൽ ഇരിക്കുന്നവർ തന്നെയാണ് അച്ചടക്ക സമിതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സാണ് കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ മുഷിപ്പിക്കാൻ സാധിക്കാത്തതിന്റെ പേരില് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും അദ്ദേഹം അതിന്റെ MD-യുമായിട്ട് മാറിയിട്ട് കാലങ്ങൾ കുറയായി. അപ്പോ നിങ്ങൾക്ക് എന്തും ഇഷ്ടമുള്ളത് പറയാം, ജില്ലാ കമ്മിറ്റിക്കാർക്ക് പറയാം, ലോക്കൽ കമ്മിറ്റിക്ക് പറയാം, ബ്രാഞ്ച് കമ്മിറ്റിക്ക് പറയാം, പക്ഷെ അത് പിണറായി വിജയന്റെ തൃപ്തിക്കനുസരിച്ച് മാത്രമേ പറയാവൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഈ പാർട്ടിക്ക് വരാനുണ്ടായത്. അതുകൊണ്ടാണ് 21 ലക്ഷം വോട്ട് UDF-ന് അധികം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്തൊരു ധാർഷ്ട്യമായിരുന്നു ഈ മനുഷ്യനെ! എന്താണ് ഈ ചാനൽ ചർച്ചകളിലെ ഇദ്ദേഹത്തിന്റെ അകമ്പടി വാഹനങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശിങ്കിടികൾ ചാനൽ ചർച്ചയിൽ പറയാറുള്ളത്? കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ഇത്രയും വാഹനങ്ങളുടെ അകമ്പടി മുഖ്യമന്ത്രിക്ക് വേണം. അപ്പോഴാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ഡിസയർ കാറിലെ മുൻപിലോ പിൻപിലോ ഒരു പോലീസിന്റെ ഒരു മോട്ടോർ സൈക്കിൾ പോലും ഇല്ലാണ്ട് അവരുടെ വീട്ടിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഒരു കേന്ദ്രമന്ത്രിയെ, ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഇല്ലാത്ത എന്ത് പ്രൊട്ടക്ഷനാണ് ഈ മനുഷ്യന് വേണ്ടത് എന്നുള്ള ചോദ്യം ഈ 40 വാഹനങ്ങളുടെ അകമ്പടി കണ്ട് ചോദിച്ചവരോടൊക്കെ അത് കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത് പോലെയാണെന്നുള്ള ഒരു വലിയ നുണയാണ് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇപ്പൊ പൊളിച്ചിരിക്കുന്നത്. എനിക്കത് വേണ്ട എന്ന് പറയാൻ എന്ത് വേണമെന്ന് പറയോ? ആർജവം വേണം, ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് വേണം. ജനങ്ങളുടെ പണം എടുത്തിട്ടാണ് 4.5 കോടി രൂപയ്ക്ക് ക്ലിഫ് ഹൗസ് നവീകരിച്ചത് എന്നുള്ള ബോധം വേണം. പശുത്തൊഴുത്ത് പണിതതും മതിൽ പൊക്കി പണിതതും ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. എനിക്ക് മുന്നിലും പിന്നിലുമായിട്ട് 40 വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണെന്നുള്ള ബോധം വേണം. അഭിരമിക്കുകയായിരുന്നു 10 വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല. അതായത് ഒരു വ്യക്തിക്ക് ജനങ്ങളുടെ പണം എങ്ങനെ കൊള്ളയടിക്കാം എന്നുള്ളതിന്റെ എല്ലാ മാതൃകയും സൃഷ്ടിച്ചുകൊണ്ട് തന്റെ അണികൾക്ക് പോലും ആ സന്ദേശം കൈമാറിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് അധികാരം ഒരു ലഹരിയാണെന്നതിന്റെ അവസാന ഉദാഹരണമാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. 50 MLA-മാരായിരുന്നവരെ തോൽപ്പിച്ചു, 5 ജില്ലകളിൽ പാർട്ടിക്ക് പ്രതിനിധികളില്ലാതാക്കി, 13 മന്ത്രിമാരെ തോൽപ്പിച്ചിട്ടും പ്രതിപക്ഷ സ്ഥാനം എനിക്ക് വേണമെന്ന് പറയുന്നത്, പ്രതിപക്ഷ സ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ തൊട്ടു താഴെയാണ് പ്രോട്ടോകോള്. ആ പ്രോട്ടോകോളിന്റെ ലഹരി നുണയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് മറ്റൊരാളിലേക്ക് നൽകാതെ ഈ പ്രായത്തിലും അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇദ്ദേഹം നിയമസഭയിൽ എന്ത് ചെയ്യാനാണ്? അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോ തന്നെ 40 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷ നിര അങ്ങേയറ്റം സ്ട്രോങ് ആയിരുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 102 പേരിൽ 50 പേരും പരിചയ സമ്പന്നരായിട്ടുള്ള MLA-മാരാണ്.
ആ പരിചയസമ്പന്നരായിട്ടുള്ള MLA-മാരുടെ ക്ഷമിക്കുക അതിൽ നിന്ന് തെരഞ്ഞെടുത്ത മന്ത്രിമാരോട് എന്ത് തർക്കിച്ച് നിൽക്കാനേ ഈ മുഖ്യമന്ത്രി? അതിനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ടോ? വൈകുന്നേരം നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ 55 മിനിറ്റ് തനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞിട്ട് 5 മിനിറ്റ് കൈരളിക്കും ദേശാഭിമാനിക്കും വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകുന്ന ഈ വ്യക്തിയാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പോകുന്നത്? നീലിമ, ദാർഢ്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ K. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ദാർഢ്യമില്ലേ? അത് പക്ഷെ ജനങ്ങൾക്ക് അംഗീകരിക്കാവുന്ന ദാർഢ്യമാണ്. കാരണം ആ ഒരു ദാർഢ്യം നിറഞ്ഞ പെരുമാറ്റം കഴിഞ്ഞാൽ അദ്ദേഹം ജനങ്ങളുടെ തോളിൽ കൈയിടുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനുമുണ്ട് ദാർഢ്യം. പക്ഷെ അത് കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണക്കാരനാവുന്നു. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? മാറി നിൽക്ക്, കടക്ക് പുറത്ത്, അതുമാതിരി തന്നെ ചെറ്റ്, എന്തൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് കൊള്ളാവുന്ന പ്രവൃത്തിയാണോ അദ്ദേഹം ഈ 10 വർഷം ചെയ്തിരിക്കുന്നത്? ഇപ്പൊ BJP-യിലുമുണ്ട് ദാർഢ്യം. ഇപ്പൊ B. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങേറ്റം ദാർഢ്യം കലർന്ന് സംസാരിക്കും. അതേസമയത്ത് താരതമ്യപ്പെടുത്തിയ ശ്രീധരൻപിള്ളയാവാൻ B. ഗോപാലകൃഷ്ണൻ സാധിക്കില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ ദാർഢ്യം എന്നത് സ്വാഭാവികമാണെങ്കിലും കഴിഞ്ഞ 10 വർഷം ദാർഢ്യവും അഹങ്കാരവും കൊണ്ട് ഇദ്ദേഹം പണിതുയർത്തിയിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, അങ്ങേറ്റം മോശമായ പാർട്ടി സെക്രട്ടറി പദവിയിലിരുന്നുണ്ട്. ധാർഷ്ട്യം മാത്രമല്ല, ഇനി ധൂർത്തിന്റെ കഥകൾ കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകണം.